മലങ്കര സഭയിൽ തർക്കത്തിലുള്ള പള്ളികളിലെ ഭരണം ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് ആകുമോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഹൈക്കോടതിക്കാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. പള്ളികൾ ഏറ്റെടുത്ത് നൽകാൻ ഫയൽ ചെയ്യുന്ന റിട്ട് ഹർജികൾ നിയമപരമായി നിലനിൽക്കുമോ എന്നത് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പി ബാലഗോപാലുണ്ട്. ബാലു, തർക്ക വിഷയങ്ങൾ സങ്കീർണമാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതെന്താണ് സുപ്രീം കോടതി നിർദ്ദേശമായി നൽകുന്നത്? പ്രതീക്ഷ, ഈ മലങ്കര സഭയിൽ തർക്കത്തിലുള്ള പള്ളികളുടെ ഭരണം ഏറ്റെടുക്കുന്ന സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കാൻ ആകുമോ എന്ന് സുപ്രീം കോടതിയാണ് ഇത് സംബന്ധിച്ച സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഹൈക്കോടതി നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ പൊതു താല്പര്യത്തിന് യോജിച്ചതാണോ എന്ന കാര്യവും പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മലങ്കര സഭയിൽ തർക്കത്തിലുള്ള 6 പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് നൽകണമെന്ന ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ വീണ്ടും വാദം കേൾക്കാനാണ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹർജികൾ വാദം കേൾക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾക്കും സുപ്രീം കോടതി രൂപം നൽകിയിട്ടുണ്ട്. പള്ളികൾ ഏറ്റെടുത്ത് നൽകാൻ ഫയൽ ചെയ്ത റിട്ട് ഹർജികൾ നിയമപരമായി നിലനിൽക്കുമോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള, അതായത് ഈ പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് 1934 സഭാഭരണഘടന അനുസരിച്ച് പള്ളികളിൽ ഭരണം നടപ്പാക്കണമെന്ന സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് നടപ്പാക്കാനുള്ള പ്രായോഗിക വഴികൾ ഹൈക്കോടതി കണ്ടെത്തണമെന്നും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. കാരണം നേരത്തെ ഈ പള്ളികൾ ഏറ്റെടുത്ത് നൽകാത്തതിന് സംസ്ഥാന ശരി. പി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിവരം നൽകിയത്. മലങ്കര സഭയിൽ തർക്കത്തിലുള്ള പള്ളികളിലെ ഭരണം ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് ആകുമോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.